ഒരു വിദ്യാഭ്യാസ വർഷത്തിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥിനികൾ SSLC പരീക്ഷ എഴുതുന്നുണ്ട്. അതിലൊരാൾ മറ്റെല്ലാവരെക്കാളും മാർക്ക് വാങ്ങി ഒന്നാം സ്ഥാനത്ത് എത്തുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. അർപ്പണബോധവും കഠിനാധ്വാനവുമാണ് ഒരു കുട്ടിയെ മറ്റാരെക്കാളും ഉയരത്തിലെത്തിക്കുന്നത്. ഈ വർഷത്തെ ഒന്നാം സ്ഥാനക്കാരിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. റിട്ടയേർഡ് ഇൻകം ടാക്സ് ഓഫീസർ ശേഖരമേനോന്റെ ഇളയ മകൾ ഗോപിക മേനോൻ. ഗോപിക വെറുമൊരു പുസ്തകപ്പുഴുവല്ല. SSLC പരീക്ഷയിൽ എന്ന പോലെ തന്നെ നൃത്തത്തിലും സംഗീതത്തിലും അവൾ മറ്റാരെക്കാളും മുന്നിലാണ്. നമസ്കാരം. റാങ്ക് കിട്ടുമെന്ന് ഗോപിക പ്രതീക്ഷിച്ചിരുന്നു? അങ്ങനെയൊന്നുമില്ല, തരക്കേടില്ലാത്ത മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആട്ടെ, ഈ പ്രശസ്ത വിജയത്തിന് ആരോടാണ് ഏറ്റവും വലിയ കടപ്പാട്? ഒക്കെ ഈശ്വരന്റെ അനുഗ്രഹമാണ്. പിന്നെ എന്റെ ടീച്ചേഴ്സിന്റെ സഹായം, അച്ഛന്റെ പ്രോത്സാഹനവും വേണ്ടതുപോലെ ഉണ്ടായിരുന്നു. ഞാന് ഇൻകം ടാക്സിലായിരുന്നു. കുട്ടൂസ് ഇവിടെ ഞാൻ അങ്ങനെ വിളിക്കാം. ജനിച്ചവൻ വളർന്നൊക്കെ പോകാൻ കുറെ വർഷം ഞാൻ അവിടെ ആയിരുന്നു. ഭാര്യ മരിച്ചപ്പോ ട്രാൻസ്ഫർ വാങ്ങി നാട്ടിലേക്ക് പോന്നു. അവസാനത്തെ ഒരു 5 വർഷം ഞാൻ കൊച്ചിയിലായിരുന്നു. അന്ന് സെൻട്രൽ സ്കൂളിലാ പുള്ളി പഠിച്ചിരുന്നത്. സർവീസിൽ 1 വർഷം ബാക്കിയുള്ളപ്പോൾ ഞാൻ വോളണ്ടറി റിട്ടയർമെന്റ് വാങ്ങി. പലരും കുട്ടികളുടെ പഠനത്തിന് വേണ്ടി ടൗണിലേക്ക് താമസം മാറ്റുന്ന ഇക്കാലത്ത് മിസ്റ്റർ മേനോൻ എന്താ നാട്ടിൻപുറത്ത് സെറ്റിൽ ചെയ്യാമെന്ന് കരുതിയത്? പഠിക്കുന്നവർക്ക് എവിടെയാണെങ്കിലും പഠിക്കാം. പിന്നെ നഗരങ്ങളെക്കാൾ സ്വസ്ഥത ഇവിടെയാണ്. ഇതെന്റെ തറവാടാണ്. ഗോപിയക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, ക്ലാസ്സിൽ നല്ലതുപോലെ ശ്രദ്ധിക്കും. പിന്നെ സംശയമുള്ളത് അച്ഛനോടോ ചേച്ചിമാരോടോ ചോദിച്ച് മനസ്സിലാക്കും. ഓഹോ, എത്ര ചേച്ചിമാരുണ്ട്? 2 പേരുണ്ട്. എനിക്ക് നേരെ മൂത്തത് മാളവിക, അച്ഛൻ മാളു എന്നാ വിളിക്കുക. ഞാനിപ്പോ കമ്പ്യൂട്ടർ സയൻസിന് പഠിക്കുക. മാത്സ് വല്ലപ്പോഴൊക്കെ പറഞ്ഞു കൊടുക്കുമെന്നല്ലാതെ എന്റെ കോൺട്രിബ്യൂഷൻസ് അധികമൊന്നുമില്ല. ചേച്ചി അവളെ കൂടുതലും പഠിപ്പിക്കാറ്. ചേച്ചി എന്ത് ചെയ്യുന്നു? MA കഴിഞ്ഞു. ഇപ്പൊ UGC ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. ജോലിയൊന്നും ആയിട്ടില്ല. ക്യാമറ കട്ട് ചെയ്തോ? ചേച്ചി ഒന്ന് വിളിക്കാമോ? ഒരു മിനിറ്റ്. മിസ് ദേവിക മേനോൻ, യു ആർ വാണ്ടഡ്. മിണ്ടരുത്. എന്താ? എന്നെ ആരും അങ്ങനെ ചോദ്യം ചെയ്യണ്ട. ഡാൻസ് ചെറുപ്പം തൊട്ടേ പഠിച്ചിട്ടുണ്ട്. പിന്നെ ചേച്ചി പാടും. അച്ഛന് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പ്ലേ ചെയ്യാൻ അറിയാം, ഓഹോ, പ്രത്യേകിച്ച് തബല. മ്യൂസിക്കിലുള്ള എന്റെ ഇൻസ്പിറേഷൻ എന്റെ അച്ഛനാ. പണ്ട് നന്നായിട്ട് പാടിയിരുന്നു. ഗിത്താറൊക്കെ ഇപ്പോഴും നന്നായിട്ട് വായിക്കും. അച്ഛൻ. കൊച്ചുമോൾക്ക് റാങ്ക് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ എന്തു തോന്നി? ഒന്നും തോന്നിയില്ല. അവൾക്ക് ഇതും ഇതിലപ്പുറവും കിട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. മിടുക്കിയ അവള്. ഇത് മാറണോ? അവര് പരിപാടി കഴിഞ്ഞിട്ടില്ലല്ലോ. ഇല്ലല്ലേ? എവിടെ? ആര്? ദൂരദർശനൻ. അതാ തളത്തിന്റെ ഉള്ളിലാന്ന്. നിർത്തല്ലേ. ഒരു പ്രധാനപ്പെട്ട ആളെ കൂടി പരിചയപ്പെടുത്താണ്ട്. ആ ഫോട്ടോ പിടിക്കുന്ന സ്ഥാനം എന്താ പറയാ? ഒന്നും തിരിക്കും. ഞാൻ KPP മേനോൻ. മുഴുവൻ പേര് KP പങ്കുണ്ണി മേനോൻ. മെയിൻ ബിസിനസ് അടയ്ക്ക കച്ചവടം, ചാണകച്ചവടം. ഇപ്പോൾ സമ്മാനം കിട്ടിയ ഈ കുട്ടിയുടെ അമ്മ മരിച്ചുപോയ സുഭദ്ര എന്റെ സ്വന്തം പെങ്ങളാകുന്നു. എന്ന് വെച്ചാൽ വകയിലൊരു പെങ്ങളാകുന്നു. ഇത് സുഭദ്രയുടെ വീട്, ഇത് എന്റെ വീട്. ഇത് സുഭദ്രയുടെ വീട്. ഇപ്പോൾ സെല്ലടിച്ചോ? അടിച്ചിണ്ടാവും. ഹലോ. ആ കുട്ടിന്റെ പേരെന്താണ്? ലിജോ. ലിജോ? അതെന്ത് പേരാ? ഇതെന്റെ മോളുടെ കുട്ടിയാ. മോളുടെ പേര് ലിസിന്നും ഭർത്താവിന്റെ പേര് ജോണിന്നോ. അതാ മോന് ലിജോ എന്ന് പേരിട്ടത്. അവന് മറിച്ച് ജോലി നാക്കിക്കൂടെയോ? അങ്ങനെയെങ്കിലും അർത്ഥം ഉണ്ടാവും. മാഷേ, ഇറങ്ങാനായില്ലേ? അതറിഞ്ഞായി. പ്രഭാത് മാഷേ, ഇനി കുറച്ചു നേരം ചേർത്തിന് വഴി നിങ്ങൾ എടുക്കും. അവന്റെ പേര് ജോലി, അല്ല ലിജോ. വയസ്സും കാര്യമൊക്കെ ചോദിച്ചാൽ. വയസ്സ് എത്രയാ? 5. മാഷേ, ചെലവൊന്നുമില്ലേ? എന്തിന്? ഹൗസ് ഓണറുടെ മകൾക്കല്ലേ 10ൽ റാങ്ക്. അവരെ വീട്ടിൽ വാടക താമസിക്കുന്ന എനിക്കാ ചെലവ് വേണ്ടേ? പ്രേതവാദം ഉണ്ടെന്ന് പറഞ്ഞ എത്ര പേരാ വീട് ഒഴിഞ്ഞു പോയത്? അപ്പൊ നിങ്ങൾക്ക് ആ വക പേടിയൊന്നുമില്ലേ? കാളിയറോട്ട് തങ്ങൾ മന്ദിരിച്ചിട്ട് ചരട് അരയിലുള്ളിടത്തോളം കാലം ഞാൻ എന്തിനു പേടിക്കണം? 4ാം ശതകത്തിൽ ഗുപ്ത രാജവംശം ആരംഭിച്ചത് പല കാരണങ്ങൾ കൊണ്ടും ഗുപ്ത ഭരണം ഇന്ത്യ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. 700 ഇന്ത്യ ഭരിച്ചത് ആരെത്താ? ബാപ്പയോ? ബാപ്പ വരുന്നു. അല്ല, സ്കൂൾ തുറക്കണേന് മുമ്പ് ഇപ്പോഴേ പരീക്ഷക്കാലം പോലെ ആയോ? ഉമ്മ പറഞ്ഞിട്ടാ. എന്തെന്ന്? ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാലേ 10ാം ക്ലാസ്സിൽ റാങ്ക് കിട്ടുള്ളൂ എന്ന്. പഠിക്കുന്ന കാലത്ത് നിങ്ങളൊന്നും എത്രയാണ് റാങ്ക് വാങ്ങിക്കൂട്ടിയെന്ന് അറിയോ? ഓരോ ക്ലാസ്സിലും 2-3 കൊല്ലം തങ്ങി മനസ്സിരുത്തി പഠിച്ചിട്ടാ 5ാം ക്ലാസ് തന്നെ പാസ്സായത്.
റാങ്ക് കിട്ടിയ ഗവൺമെന്റിൽ നിന്ന് കാശ് കിട്ടോ പാപ്പ? മോൾ ആദ്യം 6ാം ക്ലാസ് പാസ്സാവാൻ നോക്ക്. ക്ലാസ് റാങ്ക് ഒക്കെ ആവുമ്പോ പിന്നെ നോക്കട്ടോ. ആമിന. പല കാരണങ്ങൾ കൊണ്ട് ശമ്പളം കിട്ടിയോ? വന്ന് കേറുമ്പോഴേ കണക്ക് ഇതല്ലാണ്ട് വേറെ ഒന്നും ചോദിക്കാനില്ല അമീന. കുറച്ച് പൈസ തലേന്റെ അടിയിൽ വെച്ച് ഒരു ദിവസമെങ്കിലും കിടന്നു നോക്കാൻ നീ സമ്മതിക്കൂലേ? ഇന്ന് കൊടുക്കാനുള്ള നാളത്തേക്ക് വെച്ച ഭാരം കൂടുതലേ ഉള്ളൂ. ഭാരം കൂടാനുള്ള ലിസ്റ്റൊക്കെ നീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. ഞാൻ 30 ദിവസം തൊണ്ടയിലെ വെള്ളം വരിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നീ 30 സെക്കൻഡ് കൊണ്ട് തീർത്തരൂല്ലേ? എന്നാ പിന്നെ കാശും മടിയിൽ വെച്ച് പച്ചവെള്ളം കുടിച്ച് കിടന്നോ. അങ്ങനെ അങ്ങോട്ട് പണിഞ്ഞാലോ? ഞാൻ കൂലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കേ നീ ആ ചായയും ലിസ്റ്റൊക്കെ എടുത്തു വെക്ക്. നമുക്കൊന്ന് അരിച്ചും കുടിച്ചും നോക്കാണ്. ചെല്ലേ ചെല്ലേന്ന് പോയി ചായ ഉണ്ടാക്കി ചെല്ലേ. അല്ല ബഹളമൊക്കെ കഴിഞ്ഞോ? ആ ഒരുവിധം. ഇപ്പൊ ബോധ്യായോ ഐശ്വര്യമുള്ള ഒരാൾ തൊട്ടടുത്ത് താമസിച്ചാലുണ്ടാവുന്ന ഗുണം? അല്ലാതെ എന്റെ മോള് അധ്വാനിച്ച് പഠിച്ചോണ്ടല്ല. അതുകൊണ്ടൊന്ന് കൂട്ടിക്കോ. ഏതായാലും മേനോൻ സാർ ഫേമസ് ആയി. പത്രത്തിലും ടിവിയിലൊക്കെ പടടിച്ച് വരുമല്ലേ നീ? അങ്ങനെ ഒരു മോഹമൊന്നും എനിക്കില്ല പക്ഷേ. പണ്ട് കൊടികുത്തി വാണിരുന്ന ഒരു കള്ളപ്പണക്കാരനെ റേഡ് ചെയ്ത് പിടിച്ചപ്പോ എന്റെ മുഖം ഒന്ന് അച്ചടിക്കാൻ ഈ പത്രക്കാര് പാടിച്ച പണി 18 നോക്കി. നടന്നോന്ന് അച്ചടി പോയി ചോദിക്കേ. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. അതല്ല മോളിനി എവിടെ ചേർത്താനോ ഉദ്ദേശിക്കുന്നത്? സെന്റ് മേരീസിലാക്കാന്ന് വിചാരിക്കുന്നേ. ഇത്രയും ദൂരം ഡെയിലി പോയി വരാനോ? പിന്നെ ഹോസ്റ്റൽ എന്തിനുള്ള അവിടെ ആക്കും. ഓ അല്ല വീക്കെൻഡ് വീട്ടിൽ വരാമല്ലോ. നടക്കുന്ന കാര്യ. ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം മക്കളെ കാണാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ മേനോ സാറേ? ശരിയാ മാഷ് പറഞ്ഞത്. ഇവൻ തിരുവനന്തപുരത്തൊക്കെ പോയി വരുമ്പോ എന്താ അവിടുത്തെ വെപ്രാളം? മാഷെ സ്നേഹമൊക്കെ മനസ്സിലാ. കുട്ടികളുടെ ഭാവിയാ പ്രധാനം. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി അവരുടെ വിദ്യാഭ്യാസം കുളവാക്കാൻ പാടില്ല. അതെന്നെ പഠിപ്പിക്കേണ്ട, അവിടെ നിന്ന് സ്വയം പഠിച്ചാൽ മതി. ഇതാ ഈ മാസം വാടക പിടിക്ക്. പിന്നെ കഴിഞ്ഞ മാസം 3 പ്രാവശ്യം ചാത്തനേറുണ്ടായി. ഇതാ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച തെറങ്ങുന്ന സ്റ്റെപ്പിൽ ഒരു തര. ആരുടെ? ഒരു പൂച്ചന്റെ. ഇനി ഇത് ആവർത്തിക്കുകയാണെങ്കിൽ വാടകയിൽ ഞാൻ ഇതിനൊക്കെ പൈസ ഓർക്കും. അച്ഛാ ഇങ്ങോട്ടൊന്ന് നോക്കി കണ്ടോ? എന്ത് പറ്റാനാ ഞാൻ എന്റെ കുട്ടൂസിനെ കൊണ്ടേക്ക് പോകുന്നു. അപ്പൊ ക്ലാസ്സില്ലേ? ഹോസ്റ്റലിൽ താമസിച്ചെങ്കിൽ മാത്രമേ ക്ലാസ്സിൽ പോകാൻ പറ്റുള്ളൂ. അച്ഛാ അവിടെ ശരിയായിട്ടുള്ള അറ്റൻഷൻ ഒന്നുമില്ല. മോളോട് ചോദിച്ചു ബാത്റൂം കണ്ട ഓക്കാനും വരും അത്രേ. ഭക്ഷണമാണെങ്കിൽ നിസ്സാർക്ക് തോന്നിയ പോലെ നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്തൊരു കൊച്ചുമുടി. ഇതൊന്നും പോരായിട്ട് കൂടെ പഠിക്കുന്നുണ്ട് അസൂയെ. ഇവിടെ റാങ്കേരിയാണല്ലോ. ഇവിടുന്ന് കാലത്തെ 6:30 ബസ്സിന് പോയാൽ മതി. സന്ധ്യയ്ക്ക് മുമ്പ് തിരിച്ചു വരികയും ചെയ്യാം. ഞങ്ങൾ രണ്ടാളും കൂടെ അങ്ങനെ തീരുമാനിച്ചു. അല്ലേ മോളെ? എടീ നീ ഇങ്ങനെ കുന്തം മെഴുകിയ പോലെ നിൽക്കുക. അവൾക്ക് എന്തെങ്കിലും കൊടുക്കടി. 2 ദിവസം കൊണ്ട് അവളെ കോലം തിരിഞ്ഞിരിക്കുക. വാ ചോദിക്കട്ടെ. അയ്യപ്പം വന്നതെന്ന് വെച്ചാ അവിടെ നെല്ലിന് മരുന്നടിക്കണമെന്ന് പറഞ്ഞിരുന്നു. നെല്ലിന്റെ മരുന്നടിക്കലൊക്കെ അവിടെ നിൽക്കട്ടെ. നീ എന്തിനാ അവളെ ഇപ്പൊ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നത്? ഞാൻ പറഞ്ഞില്ലേ ചാ അവിടെ ഒരു സൗകര്യവും ഇല്ലെന്നേ. പനിയാലാവും അവിടെ ശബ്ദവാനക്കോ കേൾക്കാതായപ്പോ എനിക്ക് വേണ്ട പോലൊക്കെ ആയിപ്പോയി. അച്ഛാ ഒരു ഒഫീഷ്യൽ കവറുണ്ട്. ഇന്നത്തെ പോസ്റ്റിൽ വന്നതാ. എന്താ ഒന്നുമില്ല. പിന്നെന്താ മുഖം വാടിയത്? ഓഡിറ്റിംഗില് ചില ഫിഗേഴ്സ് ടാലി ആയിട്ടില്ല. ക്ലറിക്കൽ മിസ്റ്റേക്ക് ആവും. അതായതിന്റെ പെൻഷൻ ശരിയായാലും ഇനി സമയം എടുക്കും ചുരുക്കം. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഇതിപ്പോ കുറെ പ്രാവശ്യമായല്ലോ. ശരിയാകും. സർക്കാർ കാര്യല്ലേ. അപ്പൊ അതിന്റേതായിട്ടുള്ള സമയം എടുക്കും. ആരും അച്ഛനെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ ചെയ്യണ പോലുണ്ട്. അതൊക്കെ നമുക്ക് വെറുതെ തോന്നുന്ന. നേരിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ശരിയാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം. രാത്രി വണ്ടിക്ക് തന്നെ പോവാം. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പേപ്പേഴ്സ് എല്ലാം ശരിയാക്കി മടങ്ങി വരികയും ചെയ്യാലോ. നീ എന്തിനാ വിഷമിക്കുന്നേ? നീ എന്നാ അച്ഛന്റെ അഡ്രസ് ഒക്കെ ഒന്ന് എടുത്തു വെച്ചേ. പിന്നെ കാലത്തെ കുട്ടൂസിന് നേരത്തെ അയക്കണം. ചോറും കൊടുത്തയക്കണം. ആഹാ
നല്ല സാമാന്യ വിജ്ഞാനമുള്ള ഒരുത്തനാണുള്ളത്. ഇന്ത്യൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ. എന്താ പേര്? സുരേഷ് പി. നീയൊന്നും പഠിച്ചിട്ട് ഇന്ത്യ രാജ്യത്തിന് ഒരു കാര്യമില്ല കേട്ടോ മോനെ. ദേ ഈ എണ്ണ നരിച്ചു തന്നെ എനിക്ക് ഒറ്റയ്ക്ക് പിടിക്കാൻ വയ്യ. പരീക്ഷാ പേപ്പർ നോക്കണതിന്റെ ഇടയിലാണ് ഓളൊരു എണ്ണ. ആമിന, എനിക്ക് എന്റെ സ്വഭാവം തന്നെ പിടിക്കാതെ വരികയാണ് കേട്ടോ. മൂന്ത വീർപ്പിക്കാതെ നീ അത് അടുപ്പത്ത് നിറക്കി വെക്ക്. നമുക്ക് നാളെ ഇരിക്കാന്ന്. സ്വസ്ഥത തരില്ല, ഒരു മനുഷ്യനും സ്വസ്ഥത തരില്ല എന്ന് വെച്ചാൽ. മാഷേ ഒന്ന് വന്നേ, ആരാത്? ഒന്ന് വന്നേ, ഒരു സ്വകാര്യം പറയാനാ. ഇന്നേ ആ ആരാ? എന്ത് സ്വകാര്യം എന്നോട് പറയാനുള്ളത്? ഒന്ന് പുറത്തേക്ക് വരുന്നേ. ഏ? അല്ല, ഏയ് സ്വകാര്യം പറയാണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും മിണ്ടാതിരിക്കുക. ഇത്ര നാളോ? അല്ലാതെ എങ്ങോട്ടാ പോണേ? വല്ലാതെ ദൂരം പോയാൽ ആമിനെ അറിയട്ടോ. നമ്മളെ കൽവ് ബേജാറാക്കല്ലേ. കുഞ്ഞാലിക്കുട്ടി മാഷ് രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. ജീവനുണ്ടല്ലോ. സാധാരണ പ്രേതങ്ങൾ വീട്ടിൽ വന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോണത് രക്തം കുടിക്കാനാ. അതെ, മാഷിതെ ഇത്ര അടുത്തുനിന്ന് പ്രേതത്തിനെ കണ്ടു എന്നാ പറയണേ. രാവിലെ നോക്കുമ്പോ 102 ഡിഗ്രി പനി. ആണോ? മാഷോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതാ, ആ വീട്ടിൽ കുട്ടികളും മക്കളുമായിട്ട് താമസിക്കാൻ പറ്റില്ല, അവിടെ പ്രേതശല്യം ഉണ്ടെന്ന്. പറഞ്ഞാ കേക്കണ്ടേ? അപ്പൊ ആരേലും ഒരു കറുത്ത ജനലുണ്ടെന്നും പറഞ്ഞ് ഞെളിച്ച് മിരിഞ്ഞ് നടക്കുകയായിരുന്നു. ഇപ്പൊ എന്തായി? കെട്ടുകളെയും മക്കളെയും രാവിലെ തന്നെ നാട്ടിലേക്ക് കയറ്റി വെച്ചു എന്ന് പറയണ കേട്ടു. ഇനി മാഷ് എവിടെ താമസിക്കും? ഇതിന്റെ മോളിലത്തെ മുറി ഒഴിഞ്ഞു കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിരിക്കുക. അതിനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടോ മുകളില്? പിന്നെ അല്ലെങ്കിലും മാഷക്ക് ഇപ്പൊ ചുരുണ്ട് കിടക്കാൻ എത്ര സ്ഥലം വേണം? മേനോൻ സാറേ എത്തിയല്ലോ. സാറേ, മേനോൻ സാറേ. സാർ അറിഞ്ഞില്ലേ? എന്ത്? നമ്മുടെ കുഞ്ഞാലിക്കുട്ടി മാഷ് കെട്ട് കെട്ടി. അയ്യോ, എപ്പോ? അറ്റാക്കായിരുന്നോ? അറ്റാക്ക് ഒന്നുമല്ല, മാഷ് ജീവനോടുകൂടി തന്നെ ഉണ്ട്. ഓ, നമ്പിയാർ ആളെ പേടിപ്പിച്ചോളഞ്ഞല്ലോ. ഞാൻ പേടിപ്പിച്ചതല്ല, മാഷ് പ്രേതത്തിനെ കണ്ട് പേടിച്ചതാ. ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. അവിടെ വീട് കാലി ചെയ്തുകൊണ്ടിരിക്കുക. ആ കസാല സൂക്ഷിച്ചു വെക്കണേ. അതിന്റെ കാലിൽ ഇളക്കണ്ട മോനെ. ഓ, ഇതങ്ങോട്ട് നീക്ക്. പിടിച്ചോ. ആ വന്നോ? കണ്ടു പറയാണ്ട് പോണ്ടിയെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. ഈ കൂടിക്കാഴ്ച നമ്മൾ രണ്ടുപേരുടെയും ഭാഗ്യ. ഇതിന്റെ രണ്ടാം ജന്മമാണ് സാറേ. വിവരങ്ങളൊക്കെ നമ്പിയാർ പറഞ്ഞു. പക്ഷെ പഠിപ്പും വിവേകമുള്ള മാഷ് ഇതൊക്കെ വിശ്വസിക്കാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രേതത്തിനെന്ത് പഠിപ്പും വരും. നിങ്ങളിപ്പോ എന്നെ കാണുന്നുണ്ടോ? ഉവ്വ്. ഇത് സത്യാനെ അത് സത്യ. നേർക്ക് എന്താ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ തുടങ്ങിയ പനിയാ, ഇപ്പോഴും വിട്ടിട്ടില്ല. മനസ്സിലാകുന്നില്ല പോലും. ഒന്ന് വേഗം ആവട്ടെ. ഇനി ഒരു രാത്രി ഇവിടെ അന്തി കൊടുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് അത് ആലോചിക്കാനേ വയ്യ. പിന്നെ വീട്ടിന് അഡ്വാൻസ് ഒരു 10,000 കൊടുക്കാൻ തന്നിട്ടുണ്ട്. അതിന് 12 ദിവസത്തെ വാടക കഴിച്ചാൽ കിട്ടുന്ന സംഖ്യ തിരിച്ചെന്നാ നമുക്ക് സന്തോഷമായിട്ട് പിരിയാം. മാഷർക്ക് അറിയാവുന്നല്ലേ എന്റെ അവസ്ഥ. അന്ന് അത്രയും വലിയൊരു തുക ഞാൻ വാങ്ങിയതിന് ഒരു അത്യാവശ്യത്തിന്റെ പേരില്ല. ഇപ്പോഴും അത് തിരിച്ചു തരാവുന്ന ഒരു സ്ഥിതിയിലല്ല ഞാൻ. ഒരു വാടകക്കാരൻ ഒഴിഞ്ഞു പോകുമ്പോ അഡ്വാൻസ് തിരിച്ചു കൊടുക്കാൻ ഒരു ഹൗസ് ഓണർ ബാധ്യസ്ഥനാ. പക്ഷെ ഇത് മുന്നറിയിപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. മുന്നറിയിപ്പായിട്ടാണോ പ്രേതം വരുന്നത്? മാഷാൽ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവല്ലോ. മോളെ കല്യാണ ആവശ്യത്തിനായിട്ട് ഞാൻ വടക്കേപ്പുറത്ത് വിൽക്കാൻ ആലോചിക്കുന്നുണ്ട്. ആ കാശ് കിട്ടാതെ മറ്റൊരു തിരുമറിക്കുള്ള വഴിയൊന്നും ഞാൻ കാണുന്നില്ല. അല്ലെങ്കിൽ പിന്നെ വീട് വേറെ ആരെങ്കിലും വാടകയ്ക്ക് എടുക്കണം. അവിടെ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചത് അങ്ങനെ തന്നെ മാഷ ഏൽപ്പിച്ചോളാം. അപ്പൊ പുതിയ വാടകക്കാർ വരുന്നവരെ ഞാൻ കാത്തിരിക്കണം എന്നർത്ഥം. ഇരിക്കാതെ പറ്റൂല്ലോ. പക്ഷെ പോവല്ലേ? ആ പോവാ. അതെ, ഞാൻ ആദ്യം അതൊക്കെ ഒന്ന് നാട്ടിലെത്തിക്കട്ടെ. വന്നിട്ട് വരെ ബാക്കി കാര്യം. പോവാ മോനെ.